ജാൻവിയുടെ പുതിയ അടവിൽ കൺവിൻസ് ആയ പോലെ നിന്നെങ്കിലും കുടിച്ച വെള്ളത്തിൽ അവളെ വിശ്വസിക്കരുതെന്ന നിലപാടാണ് ബേലയ്ക്ക്. തൻ്റെ ഉള്ളിലെ പവറിനെപ്പറ്റി താനും ആൻറ്റി മറയ്ക്കാൻ ശ്രമിച്ചതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതിലിനി സ്വന്തം മമ്മിയും ഇൻവോൾവഡ് ആണോ എന്ന് സംശയിക്കാൻ ആരംഭിക്കുന്ന ബേല താബുവിനെ വിളിക്കുന്നതിലും സ്ഥിതി സെയിം തന്നെ. വോയിസ് മെയിൽ ഓപ്ഷൻ. അഡീബ ചെയ്തു വെച്ച പണി എന്താണെന്ന് വെച്ചാൽ ബഗ്ഗുവിൻ്റെ പ്രിന്റ് ചെയ്ത ആ ഡ്രോയിങ്സ് ഇല്ലേ, അതിൽ ഡയമണ്ട് ഡീവ എന്നൊരു ടൈറ്റിൽ പെയിന്റിംഗ് ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ച് അവളാണ് ഡയമണ്ട് ഡീവ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. കൂടെ ഏതോ ഒരു ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് പ്രിന്റ്സും. രാവിലെ അവളുമായി വരുന്ന അലി ഇത് കണ്ട് ഷോക്കായി നിൽക്കുമ്പോൾ ഇത് പലരും ഓൾറെഡി കണ്ടു കഴിഞ്ഞിരിക്കുന്നു. റൺവീറിനെ കൊണ്ടുവരാൻ വന്ന പരമിന് അവൻ്റെ ട്രെവർക്കായി ഡേറ്റിംഗ് സംഭവം കേട്ട് പുച്ഛം. റെയിൻബോ ടീമിൻ്റെ കൂടെ നടക്കാതെ ബി എ മാൻ എന്നയാൾ ഉപദേശിക്കുന്ന കേൾക്കുന്ന റൺവീറിന് അത് സൂഹിക്കുന്നില്ല. ബേലയും ജാൻവിയും തകത്തേക്ക് കയറുന്ന റൺവീറും ഡയമണ്ട് ഡീവ മോക്കിങ് കാണുന്നതോടെ ബഗ്ഗു കാണുന്നതിന് മുന്നേ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ തീരും മുമ്പേ അവൾ എത്തിക്കഴിഞ്ഞു. ഇത് കണ്ട് ആരായി ചെറ്റത്തരം കാണിച്ചെന്ന് ദേഷിക്കുന്നതിന് പിറകെ ടോക്സിക് അഡീബ എരുതിയിൽ എണ്ണയൊഴിക്കുന്നതും ഇരുവരും തമ്മിൽ മുട്ടൻ തർക്കം. ഈ സമയം ട്രെവർ എത്തി ഇത് കണ്ട് എനിക്കറിയില്ലായിരുന്നു സോറി എന്നൊക്കെ ബഗ്ഗുവിനോട് പറയുന്നതോടെ അലിയും അവളോട് മോശമായി സംസാരിക്കുന്നു. ഇത് നേരാണെന്ന ധാരണയിൽ ബാത്റൂമിൽ പോയി ബഗ്ഗു ഇമോഷണൽ ആവുന്നതിന് പിറകെ ടാപ്പിലെ വെള്ളമെല്ലാം തനിയെ ഒഴുകുന്നതും കാർത്തികിനെ വിളിക്കാൻ ശ്രമിക്കുന്നു. ഈ സമയം റൺവീർ മൊത്ത് വരുന്ന ബേല അവനെ നിർത്തി ലേഡീസ് ബാത്റൂമിലേക്ക് കയറി പോകുമ്പോൾ അവന് പുതിയ പ്രശ്നം. കഴിഞ്ഞ ദിവസം ട്രെവർ മൊത്ത് കായ്ക്ക് ഒരു ഡേറ്റിംഗ് സെറ്റാക്കിയതോടെ അവരിരുവരും ചാറ്റിംഗ് തുടങ്ങി. ഇത് താന് കണ്ടുപിടിച്ചതോടെ കായ് ഗ്രൗണ്ടഡായി ഫോണും പിടിച്ച് മേടിച്ച് വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ നീയാണെന്ന് കുറ്റപ്പെടുത്തി ജാൻവി പോകുമ്പോൾ ബാത്റൂമിനുള്ളിൽ ബേല ബഗ്ഗുവിനടുത്തെത്തുന്നു. ടാപ്പിൽ വാട്ടർ ഫ്ലോയിങ് ആണ്. ബഗ്ഗു എന്ത് പറയണമെന്നറിയാൻ നിൽക്കുമ്പോൾ ബേലയാകട്ടെ സിറ്റുവേഷൻ ഡീൽ ചെയ്ത് കണ്ടില്ലേ ക്യാമ്പസിന് ഡൊണേഷൻ കുറേ വേണമെങ്കിലും പ്ലംബിങ്ങിന് ചിലവാക്കാൻ വയ്യാത്ത കഞ്ചൂസാണെന്ന് പറയുന്നു. ബേലയ്ക്കറിയാം ഇത് ബഗ്ഗുവിൻ്റെ പവർ കൺട്രോൾ പ്രശ്നമാണെന്ന്. പക്ഷേ ഇപ്പോൾ ബഗ്ഗു അത് മനസ്സിലാക്കേണ്ടെന്ന മൈൻഡിലാണ്. ബേല ബഗ്ഗുവിനെ സമാധാനിപ്പിച്ച് മോട്ടിവേറ്റ് ചെയ്യുന്നതോടെ അവൾ റിലാക്സ്ഡായി വാട്ടർ ഫ്ലോയിൽ നിന്ന് ക്ലാസ്സിലേക്ക് എത്തി കളിയാക്കലൊക്കെ ഡീൽ ചെയ്ത് അങ്ങനെ ബേലയും ബഗ്ഗുവും ഒരു നല്ല അടുപ്പത്തിലാവുന്നു. താനുവിൻ്റെ കുറച്ച് ജോലികളുണ്ടെന്നും കാർത്തികിൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്നും ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി കായുടെ മേലൊരു ശ്രദ്ധ വേണമെന്നുള്ള വോയിസ് ജാൻവി കേട്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും കായ് അവിടെ എത്തിക്കഴിഞ്ഞു. എങ്ങനെയോ പൂട്ടുപൊളിച്ച് വന്നതാണെന്ന് തോന്നുന്നു. ഡേറ്റിങ്ങിന് പോകാൻ അനുവദിക്കുന്നു നിൽക്കുന്ന അവനെ ജാൻവി വേണ്ടേ വേണ്ട എന്ന തീരുമാനം പറയുന്നെങ്കിലും അവളുടെ ചില റൊമാൻസ് ആൻഡ് ഡ്രിങ്ക് പാർട്ടി സീക്രട്സ് മമ്മിയോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറയുന്നതോടെ ഡേറ്റിങ്ങിന് ഗ്രീൻ സിഗ്നൽ. ബഗ്ഗു ഈ പുതിയ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയുന്നതോടെ ട്രെവറും അവിടെ എത്തുന്നു. കായോട് ലേഡീസ് ആദ്യ ഡേറ്റിംഗ് അല്ലേ, അടിച്ചു പൊളിച്ചിട്ട് വരാൻ പറയുമ്പോൾ റൺവീർ ട്രെവറിനെ വിളിച്ച് ചെക്കൻ മൈനർ ആണെന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. താനു തിരികെ വീട്ടിലെത്തും മുമ്പേ ഡേറ്റിംഗ് കഴിഞ്ഞെത്തിരിക്കണമെന്ന് നിർദ്ദേശം നൽകി വൈകിട്ട് ബഗ്ഗു ജാൻവിയും ഒത്ത് തൻ്റെ വീട്ടിൽ പോയി താനുവിനൊന്ന് സോപ്പിടാൻ നോക്കുമ്പോൾ റൺവീർ നിലവിലെ ബേലയുടെ വീട്ടിലേക്കും പോകുന്നു. ട്രെവർ കായിയം കൊണ്ടേതോ കാട്ടിനുള്ളിലൂടെ ഡേറ്റ് ചെയ്ത് നടക്കുമ്പോൾ ജാൻവി താനുവിനടുക്കലെത്തി പരുങ്ങി ഇക്കാര്യം പറഞ്ഞ് അത് ബേലയെ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള ഒരു വഴിയായിരുന്നുവെന്ന് ചുമ്മാ ധരിപ്പിക്കുന്നു. താനും ഇത് കേട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന നേരം വീട്ടിലെത്തി കൈയുടെ റൂം ക്ലിയർ ചെയ്യുന്ന ബേല ഒരു സ്റ്റോക്കിങ്സ് കാണുന്നു. ഇതേ സ്റ്റോക്കിങ്സ് ആണ് ഡയമണ്ട് ഡീവ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടിലുള്ള കാലുകളിൽ കണ്ടത്. ഇത് റൺവീറിനെ കാണിക്കുന്നതോടെ ഡയമണ്ട് ഡീവ അപ്പോൾ കായായിരുന്നു എന്നിരുവരും അതിശയത്തോടെ മനസ്സിലാക്കുന്നു. ട്രെവറുമായി ചാറ്റ് ചെയ്യാൻ അവൻ തിരഞ്ഞെടുത്തൊരു വഴിയായിരുന്നു ഡയമണ്ട് ഡീവ എന്ന ഫേക്ക് അക്കൗണ്ട്. ഈ സത്യം കായ് തുറന്നു പറയുന്നതോടെ ട്രെവറിനും അവനോടുള്ള ഇഷ്ടം കൂടുന്നു. ബഗ്ഗു ബാബയുടെ വളരെ ഫിയേഴ്സും സ്ട്രോങ്ങുമായ ഡയമണ്ട് ഡീവ എന്ന ഡ്രോയിങ് കഴിഞ്ഞ കൊല്ലം ആക്സിഡൻ്റലി ഇത് കാണാനിടയായത് വഴി ഏറെ ഇഷ്ടമായി അതേപോലെ ആകണമെന്നൊരു ആഗ്രഹത്തോടെയാണ് ഫേക്ക് അക്കൗണ്ടിന് ആ പേര് നൽകിയെന്ന് കായ് കാട്ടിനുള്ളിലെ ബോൺഫയർ സെറ്റിംഗിൽ ഇരുന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ നേരം സെൽഫിയും ഫോട്ടോയും ഒക്കെ എടുക്കാൻ പറയുന്നതിനെ തുടർന്ന് കായ് ഒരു പാറക്കെട്ടിന്റെ മുകളിൽ കയറി നിന്ന് ട്രെവർ ഫോട്ടോ എടുക്കും വഴിക്ക് പെട്ടെന്ന് അവൻ കാൽ വഴുതി താഴേക്കുള്ള കൊടും കാട്ടിലേക്ക് വീഴുന്നു. ഒന്നും ചെയ്യാൻ കഴിയാതെ വെപ്രാളം കയറി നെറ്റ്വർക്ക് മോശമായ സ്ഥലത്ത് നിന്ന് റൺവീറിനെ വിളിച്ച് ഈ സംഭവം പറയുന്നതും അവൻ മറ്റു 3 കൂട്ടരോടും പറയുന്നതോടെ എല്ലാവർക്കും ഞെട്ടൽ. ബഗ്ഗുവും ജാൻവിയും എന്തെന്ന് സംശയിച്ച് നിൽക്കുന്ന താനുവിനോട് അസൈൻമെന്റ് എന്ന കളവ് പറഞ്ഞിറങ്ങി എല്ലാവരും മൊത്തം ട്രെവറിന്റെ ലൊക്കേഷനിലേക്ക് എത്തി നിൽക്കുമ്പോൾ അവിടെ ആരുമില്ല. ട്രെവറിന്റെ ലൈവ് ലൊക്കേഷൻ മൂവ് ചെയ്യുന്നത് കണ്ട് ജാൻവി അവൻ ഓടിപ്പോവാണെന്ന് ടെൻഷൻ അടിച്ച് കായെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് പോകാൻ ഒരുങ്ങുമ്പോൾ അവളെ പിടിച്ചു നിർത്തി ഈ വലിയ കാട്ടിൽ എവിടെ പോയി കണ്ടുപിടിക്കാനാണ്, അറ്റ്ലീസ്റ്റ് ട്രെവറിന് അവൻ വീണ സ്ഥലമെങ്കിലും അറിയാമെന്ന് പറഞ്ഞ് ബേലയും റൺവീറും വണ്ടിയിൽ അവന്റെ ലൊക്കേഷൻ നോക്കി പോകുമ്പോൾ മറ്റു മൂവരും കാട്ടിലേക്ക് തേടി പോകുന്നു. എല്ലാറ്റിനും കാരണം ബേലയാണെന്നും അവളാണ് കായിനെ എരികേറ്റി ഇപ്പോൾ അവനെ അപകടത്തിലാക്കിയെന്നും ആരോപിക്കുന്ന ജാൻവിക്ക് താനുവിന്റെ ഫോൺ നിർത്താതെ വരുന്നതിനെ തുടർന്ന് ഒടുവിൽ അവൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ബഗ്ഗുവും അലിയും തമ്മിൽ വാക്കേറ്റവും. അസൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് നിന്റെ ലൊക്കേഷൻ കാട്ടിലാണ് കാണിക്കുന്നതെന്നും അവിടെ എന്താ കാര്യമെന്നും ചോദിക്കുന്ന താനുവിനോട് ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് കായിൻ്റെ സംഭവം വിശദീകരിക്കാൻ തുടങ്ങുന്നതും നെറ്റ്വർക്ക് വീണ്ടും ഡൗൺ ആവുന്നു. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി താനു കാർത്തിക്കുമായി അങ്ങോട്ടേക്ക് തിരിക്കവേ ട്രെവറിനെ പോലീസ് പിടിച്ചു വെച്ചിരിക്കുന്നതായി കാണുന്ന റൺവീറും ബേലയും അവൻ നിരപരാധിയാണെന്നും ഇറക്കി വിടാനും പറഞ്ഞ് പോലീസുമായി തർക്കിക്കവേ പരമും ആസ്മയും അവിടേക്ക് എത്തുന്നു. ആസ്മ പോലീസിനോട് സിറ്റുവേഷൻ തിരക്കുന്ന വഴി കായ് താഴ്ചയിലേക്ക് വീണുപോയ വിവരം പറഞ്ഞ് താനുവിനെ അറിയിക്കുന്നതും അവൾ ഇമോഷണൽ ആവുന്നു. നടന്നതിനെല്ലാം പരം റൺവീറിനെ ബ്ലെയിം ചെയ്യുമ്പോൾ അവനും ബേലയും ട്രെവറിന് മാത്രമേ കായ് എവിടെ വീണമെന്ന് അറിയുള്ളൂ എന്ന് പറയുന്നത് കേട്ട് ആസ്മ അവനെ ഇറക്കിവിട്ടങ്ങനെ മറ്റു മൂവരുമായി വീണ്ടും ഒന്നിക്കുന്നു.
കായ് ആ താഴ്ചയിലേക്ക് വീണപ്പോൾ ഒരു മരത്തിൽ കുരുങ്ങി ബോധം പോയവൻ കോൺഷ്യസ് ആവുമ്പോൾ പതിയെ പിടിച്ചു കയറാൻ നോക്കുന്നതും വഴുതി തറയിലേക്ക് നല്ല ആഘാതത്തിൽ വീഴുന്നു. ട്രെവറും സംഘവും ഒടുവിൽ കായിന്റെ ഷൂസ് കണ്ട് തിരഞ്ഞ് വീണ് കിടക്കുന്ന അവന്റെ അടുത്തെത്തുമ്പോൾ അവൻ അനക്കമില്ല. കാർത്തിക് തവനും പിന്നാലെ എത്തി കാണുന്നതാകട്ടെ ചലനമറ്റ കായനെ. ബേലയും ട്രെവറിനെയും കൂട്ടി അലി റെസ്ക്യൂ ടീമിന് അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന തക്കത്തിന് ജാൻവിയോട് ഹീൽ ചെയ്യാൻ രൺവീർ വെപ്രാളം പിടിക്കുന്നെങ്കിലും മുറിവുകൾ ഹീൽ ചെയ്യാം, പക്ഷേ മരണത്തെ റിവേഴ്സ് ചെയ്യാൻ കഴിയില്ലെന്നുള്ള യാഥാർത്ഥ്യം കാർത്തിക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ട്രെവറിനെ തെള്ളിമാറ്റിയും കുറ്റക്കാരനാക്കിയും താനും വിങ്ങുന്നതിന് പിറകെ റെസ്ക്യൂ എത്തി ഹോസ്പിറ്റലിൽ എത്തിച്ച് കായനെ ഉടൻ തന്നെ ഐസിയുലേക്ക് കയറ്റി അവനെ തിരിച്ചു കൊണ്ടുവരാൻ ആവുന്നത്ര ശ്രമിക്കുന്നെങ്കിലും അവൻ അനക്കമില്ല. കായ് മരിച്ചതായി ഡോക്ടർ അറിയിക്കുന്നതോടെ തകർന്നു നിൽക്കുന്ന അവൻ്റെ കുടുംബവും കൂട്ടരും. ജാൻവി മൊത്തത്തിൽ തകർന്ന് ഇതിനെല്ലാം കാരണം ബേലയാണെന്നും അവളാണ് കായനെ കൊന്നതെന്ന് ആക്രോശിക്കുന്നതും താനും അവളെ ചേർത്ത് പിടിച്ച് കരയുന്നു. കായന്റെ കുടുംബം അവന്റെ ശരീരത്തിനടുത്ത് വന്നിരുന്ന് എണീക്കുന്നും ക്ഷമ ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ അടുത്തടുത്ത് നടക്കുന്നതിൽ തളരുന്ന ആസ്മയും. ആദ്യമേ ആ ബാസ്കറ്റ്ബോൾ മാച്ച്, പിന്നെ അലിയുടെ പ്രശ്നം, ഇപ്പോൾ ഇതും. ഒന്നും മനസ്സിലാവുന്നില്ലെന്ന് നിരാശയോടെ അവർ നിൽക്കുമ്പോൾ കാർത്തികും ഓർമ്മപ്പെടുത്തുവാണ് സിറ്റുവേഷൻ ഇപ്പോൾ പഴയ പോലെയല്ലെന്നും മുമ്പ് പറഞ്ഞ പോലെ ഫിഫ്ത്ത് എലമെന്റ് അപ്പിയറൻസ് ആണ് ഇതിൻ്റെ എല്ലാം കാരണമെന്നും ഇനി മുമ്പിൽ വളരെ കുറച്ച് ദിവസം മാത്രം ഉള്ളതുകൊണ്ട് ഏത് നിമിഷവും എന്ത് പ്രതീക്ഷിക്കാമെന്നുള്ള പോലെ കാർത്തിക് ആ മെഡാലിയനും കരുതിയാണ് നടക്കുന്നത്. പെട്ടെന്നൊരു സംഭവം കാർത്തിക് കാണാൻ ഇടയാവുന്നു. ഇരുവരിൽ നിന്നും സംസാരിച്ചുകൊണ്ടിരിക്കെ അറ്റൻഡർ അബദ്ധത്തിൽ അയാളുടെ ബാഗ് തള്ളിയിടുന്നത് എടുത്തു വയ്ക്കാൻ നോക്കുമ്പോൾ കാണാം ആ മെഡാലിയൻ പ്രകാശിക്കുന്നു, അതിൽ 5 എലമെന്റ്സും. ഇതേ നേരം ഐസിയുവിനുള്ളിൽ കായനെ പിടിച്ചു കയറിയുന്ന ജാൻവിക്ക് അവനിൽ എന്തോ അനക്കം പോലെ തോന്നുമ്പോൾ താനുവിനും അവൻ്റെ അച്ഛനും അവൻ്റെ കൈകാലുകൾ ചലിക്കുന്നതായി തോന്നുന്നു. 5 എലമെന്റ്സും അപ്പോൾ ഇവിടെ തന്നെയുണ്ടെന്ന് തിരിച്ചറിയുന്ന നിമിഷം കായ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. സന്തോഷത്തോടെ ഓടി അകത്തേക്ക് വീഴുന്ന ട്രെവറിനും ഇത് വലിയ ആശ്വാസം. അന്ന് രാത്രി പാർട്ടിയിൽ വെച്ചും മെഡാലിയൻ ഗ്ലോ ചെയ്തു. ഇത് ഇപ്പോഴും. അപ്പോൾ പാർട്ടിയിലുണ്ടായിരുന്ന ഫിഫ്ത്ത് എലമെന്റ് അത് കായ് ആണെന്ന് കാർത്തിക് ഉറപ്പിക്കുന്നു. അവന് ജീവൻ തിരിച്ചു കിട്ടിയതോടെ ആ ഫിഫ്ത്ത് എലമെന്റ് അത് ലൈഫാണ്, ജീവൻ എന്നുള്ള റിയലൈസേഷൻ നിൽക്കുന്ന കാർത്തിക്, ദ എലമെന്റ് ഓഫ് ലൈഫ്.